നമ്മൾ അവഞ്ചേഴ്സ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തോറിന്റെ ശരിക്കുള്ള ബ്രദർ എന്ന് പറയുന്നത് ലോക്കി ആയിരുന്നില്ല. തോറിന് മറ്റൊരു ബ്രദർ ഉണ്ടായിരുന്നു. അതെ, ആസ്ഗാർഡിലെ ദൈവങ്ങളും ലോക്കിയും ശത്രുക്കളാവാൻ കാരണമായിട്ടുള്ള തോറിന്റെ ആ ബ്രദർ ആരായിരുന്നു? പാർട്ട് 8 ഓഫ് നോർസ് മിത്തോളജി. ലോക്കിയുടെ കഥയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ലോക്കി ദേവന്മാരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത് തോറിന്റെ ബ്രദറായിട്ടുള്ള ബാൾഡറിന്റെ മരണത്തോടു കൂടിയാണ്. ഓഡിന്റെയും ഫ്രിഗന്റെയും മകനായിരുന്നു ഈ ബാൾഡർ എന്ന് പറയുന്നത്. ആസ്ഗാർഡിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവം കൂടിയായിരുന്നു ഈ ബാൾഡർ. അവൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഈ ബാൾഡർ തന്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണാൻ നടത്തി. ഇതും എൻ്റെ അമ്മയായ ഫ്രിഗ അറിഞ്ഞു. ഫ്രിഗ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളോടും എല്ലാ വസ്തുക്കളോടും സത്യം ചെയ്യിപ്പിച്ചു ബാൾഡറിന് ഒന്നും ചെയ്യരുതെന്ന്. അങ്ങനെ ബാൾഡർ അജയ്യനായി മാറി. പിന്നീട് അങ്ങോട്ട് ബാൾഡറിന് ഭയങ്കര സുഖകരമായ ജീവിതമായിരുന്നു. കാരണം ബാൾഡറിന് ഒന്നിനും നോവിക്കാൻ കഴിയില്ല. എന്തെറിഞ്ഞാലും ബാൾഡറിന് തട്ടൂല, എന്തിനും ബാൾഡറിന് ഉപദ്രവിക്കാൻ കഴിയില്ല. ദേവന്മാരുടെ ഇടയിൽ തന്നെ ഒരു കളി തന്നെ ഉണ്ടായിരുന്നു, ബാൾഡറിനെ കല്ലെറിഞ്ഞ് കളിക്കുക. കാരണം കല്ലെറിഞ്ഞാൽ കൂടി ഒന്നും സംഭവിക്കില്ല. കാരണം കല്ലിനെ കൊണ്ടൊക്കെ സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബാൾഡറിനെ ഉപദ്രവിക്കരുതെന്ന്. പക്ഷേ കുസൃതിക്കാരനായ ലോക്കി ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഫ്രിഗ എല്ലാത്തിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചപ്പോൾ ഒന്നിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യിപ്പിച്ചാൽ മറന്നുപോയിരുന്നു, മിസിൽട്ടോ. ഈ കുസൃതിക്കാരനായ ലോക്കി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മിസിൽട്ടോ വെച്ചിട്ട് ഒരു കുന്തം ഉണ്ടാക്കി. ഒരാളെ കൊല്ലാൻ പാകത്തിലുള്ള ഒരു കുന്തം ഉണ്ടാക്കി. ഈ കുന്തം എന്ത് ചെയ്തു? ഒരു അന്ധനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തു. ഈ ദൈവം ബാൾഡറിന് നേരെ ഇതെറിഞ്ഞു. ബാൾഡർ മരിച്ചു. ബാൾഡറിന്റെ മരണത്തോടെ ആസ്ഗാർഡ് മുഴുവൻ ദുഃഖത്തിലായി. പിന്നീട് ദേവന്മാർക്കൊക്കെ മനസ്സിലായി ഇതിനൊക്കെ കാരണം ലോക്കിയാണെന്ന്. ആസ്ഗാർഡിലെ ദേവന്മാരെല്ലാവരും തീരുമാനിച്ചു ലോക്കിയെ ശിക്ഷിക്കണമെന്ന്. ലോക്കിയെ പാതാളത്തിലോട്ട് കൊണ്ടുപോയാണ് 3 കല്ലിൽ ബന്ധിതനാക്കി ലോക്കിയെ. എന്നിട്ട് അവന്റെ തൊട്ട് മുകളിലായിട്ട് വലിയൊരു വിഷമുള്ള പാമ്പിനെ നിർത്തി. എന്നിട്ട് ഈ പാമ്പിന്റെ വിഷം ഓരോ തുള്ളി തുള്ളിയായി ലോക്കിയുടെ മുഖത്തോട്ട് ഇങ്ങനെ ഒറ്റാൻ തുടങ്ങി. ലോക്കി ഈ ശിക്ഷിക്കപ്പെട്ട ഈ സമയങ്ങളിലൊക്കെ ലോക്കിയുടെ ഭാര്യയുള്ള സിഗിൻ അവന്റെ കൂടെ തന്നെ നിന്നു. ഒരു പാത്രം ഉപയോഗിച്ചാണ് ആ ഒറ്റിക്കൊണ്ടിരിക്കുന്ന വിഷമോൾ ഇങ്ങനെ പിടിച്ചു. പക്ഷേ പാത്രത്തിൽ ആ വിഷം നിറയുമ്പോൾ ആ മാറ്റാൻ വേണ്ടിയിട്ട് മാറിക്കളയാൻ. ആ സമയത്ത് വിഷം ലോക്കിയുടെ മുഖത്തോട്ട് ഇങ്ങനെ ഒറ്റുമായിരുന്നു. അത് അസഹനീയമായ വേദനയായിരുന്നു. നോർസ് മിത്തോളജിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, ആ സമയത്ത് ഉണ്ടാവുന്ന ഭൂകമ്പങ്ങളൊക്കെ ഈ ലോക്കിയുടെ വേദന കൊണ്ടുണ്ടാവുന്ന ഭൂകമ്പങ്ങളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റാഗ്നറോക്ക് വരുന്നത് വരെ ലോക്കി ഇവിടെ ലോക്കായി കിടക്കാൻ. അങ്ങനെ അവസാനം റാഗ്നറോക്ക് വന്ന് ലോക്കി മോചിതനായി. അങ്ങനെ ലോക്കി തന്റെ ശത്രുക്കളായ ദൈവങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചു. ബാക്കി അടുത്ത